സുമേഷ്, ഈ നമ്മുടെ സുമേഷ് നമ്മളൊക്കെ വ്യക്തികളാണ്. നമുക്ക് ചില അബദ്ധങ്ങളും തെറ്റുകളൊക്കെ പറ്റിപ്പോകും. പക്ഷെ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്താൽ അതിന് നമ്മൾ എന്താണ് പറയേണ്ടത്? ഇപ്പം ഒരു തെറ്റ് ചെയ്യരുതെന്ന് നേരത്തെ വാണി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. ഇപ്പോൾ സുമേഷും ഞാനും ഒക്കെ ഒരു തെറ്റ് ചെയ്തപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ രക്ഷാകർത്താക്കളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അത് ചെയ്യരുത്, മേലാലത് ചെയ്യരുത്, തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാനത് മൈൻഡ് ചെയ്യാതെ വീണ്ടും ആ തെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നെക്കുറിച്ച് സുമേഷിനുള്ള ഒരു വിലയിരുത്തൽ എന്തായിരിക്കും? ഒരു തരം താന്തോന്നി അല്ല, താന്തോന്നും പറയാനില്ല, ഊച്ചാളി. അതായത് ഒരു നമ്മളെപ്പോഴും മനുഷ്യർക്ക് വേണ്ട, എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണ്. അതിനെ തിരുത്താൻ വേണ്ടി അതിനേക്കാൾ നമ്മളെക്കാളും അറിവുള്ള ആൾക്കാർ പറയാം അത് ഇങ്ങനെയാണ്, അതിൻ്റെ ഇത്രയും ന്യൂനതകളുണ്ട്, അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളെ തിരുത്തണം. അല്ലാതെ ഞാൻ മറ്റവനാണ്, ഞാൻ വലിയവനാണ് എന്ന് പറഞ്ഞ ആളുകൾ തല്ലിക്കൊല്ലും. പക്ഷെ ഇവിടെ ഒരു പരിധിവരെ സഹിക്കും. ഇവിടെ നമ്മുടെ വ്യക്തികൾ തമ്മിലാണ്. പക്ഷെ ഒരു പ്രസ്ഥാനം, ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം, ഞങ്ങൾ മറ്റവരാണ്, ഞങ്ങളോട് കോടതിയും ചോദിക്കേണ്ട, ഒരു ആരും ഞങ്ങളോട് ചോദിക്കേണ്ട, ഞങ്ങൾക്ക് തോന്നും പോലെ ചെയ്യും, ഞങ്ങൾ കോടതി വിധി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പുല്ലാണ്, ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ പാർട്ടി എന്താണ് അതാണ്, ഞങ്ങളെക്കുറിച്ച് ചൊക്ക് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾ തോന്നും പോലെ ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതൊരിക്കലും ഞാനൊരു പ്രസ്ഥാനമാണെന്ന് ഞാൻ പറയില്ല. കാരണം അതൊരു പ്രസ്ഥാനമല്ല, ഒരു ഗുണ്ടാ സംഘമാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ സഖാവ് അച്യുതാനന്ദന്റെ കാലത്തോടു കൂടി കമ്മ്യൂണിസം എന്ന പ്രസ്ഥാനം അവിടെ അവസാനിച്ചു. CPM എന്നുള്ള ഒരു പ്രസ്ഥാനം അവിടെ തീർന്നു. കാരണം നമ്മുടെ ഡി കമ്പനി, ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനി പോലെ അത് നിയമാനുസൃതമല്ല, ഇത് നിയമാനുസൃതമാണ്. കാരണം ഒരു പാർട്ടിയുടെ ലേബലിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്, രാഷ്ട്രീയ കക്ഷിയുടെ ലേബലിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നിയമാനുസൃതമാണ്. ഒന്നെടുത്ത് നോക്കൂ, ഇതിലെ നേതാക്കന്മാരെ ആയിരുന്നാലും അണികളെ ആയിരുന്നാലും കൂടുതൽ പേര്, അതായത് 95% പേരും ക്രിമിനൽ കേസിൽപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞുതരാം. കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു, അന്തരിച്ചു പോയി. അദ്ദേഹത്തിന്റെ മകൻ പാരപ്പര അഗ്രഹാര ജയിലിൽ കിടന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ബാർ ഡാൻസാർക്ക് കൊച്ചിയിൽ ഉണ്ടായി കൊടുത്ത കേസ് സെറ്റിൽ ചെയ്ത, ബില്ലില്ലാതെ സെറ്റിൽ ചെയ്തൊരു കേസാണ്. ബില്ലില്ലല്ലോ, അപ്പോൾ അത് ബില്ലില്ലാതെ സെറ്റിൽ ചെയ്തൊരു കേസാണ് അത്. പിണറായി വിജയൻ സാർ മുഖ്യമന്ത്രിയാണ്. ഇവിടെ ബില്ലില്ലാതെ സെറ്റ് ചെയ്തപ്പോഴേ ഈ ബില്ലില്ലാതെ സെറ്റ് ചെയ്യുന്ന കാശ് എവിടെ കഥയിൽ ഞങ്ങൾ പറയും, നിങ്ങൾ വിശ്വസിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ പിണറായി വിജയൻ സാറ് കോടിയേരി ബാലകൃഷ്ണൻ വധക്കേസിലെ പ്രതിയായിരുന്നു. അത് വെറുതെ വിട്ടതെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പിന്നെ അദ്ദേഹത്തിന്റെ മരുമകനായ മുഹമ്മദ് റിയാസ് സാർ പണ്ട് ക്രൈമിന്റെ ഓഫീസ് അതിക്രമിച്ചു കയറിയ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് 10-22 ദിവസം ജയിലിൽ കിടന്ന വേറെ പല കേസുകൾ രാഷ്ട്രീയപരമായിട്ടുണ്ട്. പിന്നെ നിയമസഭ തല്ലി തകർത്ത കേസിലെ പ്രതികളൊക്കെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും മന്ത്രിമാരായിരുന്നു. അതുപോലെ തന്നെയാണ് TV രാജേഷും P ജയരാജനും അരിയിൽ ഷുക്കൂർ വധക്കേസിലെ പ്രതികളാണ്. ഇതൊക്കെ മുതിർന്ന നേതാക്കളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി PM മാർഷോ 2 വധശ്രമം ഉൾപ്പെടെ 42ഓളം ക്രിമിനൽ കേസിലെ പ്രതിയായ PM മാർഷോയാണ് അവരുടെ വിദ്യാർത്ഥി സംഘടനയെ നയിക്കുന്ന ആൾ. അപ്പോൾ അങ്ങനെ നിരവധി, അവിടെ വണ്ടിപ്പെരിയാറിൽ ഒരു 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അർജുൻ DYFIയുടെ അവിടുത്തെ പ്രാദേശിക നേതാവായിരുന്നു. P ശശി ആരാണെന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹം 2 പീഡന ആരോപണം ഉന്നയിക്കപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ട് തിരികെ വന്ന ആളാണ് P ശശി. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. P K ശശി തീവ്രതയില്ലാത്ത, ലോകത്ത് ആദ്യമായും ഒരുപക്ഷെ അവസാനമായും തീവ്രതയില്ലാത്ത പീഡനം നടത്തിയ P ശശി ഇന്ന് KTDC ചെയർമാനാണ്. മുൻ ഷൊർണൂർ MLA ആയിരുന്നു. പിന്നെ കിളിരൂർ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല നേതാക്കളുടെയും പേരുകളൊക്കെ ഉയർന്നു കേട്ടിട്ടുണ്ടല്ലോ. MA ബേബി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹത്തിനെതിരെയും ഈ ഒരു കേസ് വന്നു. അദ്ദേഹം വഞ്ചൂർ കോടതിയിൽ, തിരുവനന്തപുരം കോടതിയിൽ വന്ന് അദ്ദേഹം പ്രതിയായി ഇവിടെ വരേണ്ടി വന്നു. അത് MA ബേബിയുടെ കാര്യം. പിന്നെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പല നേതാക്കൾക്കെതിരെയും സ്വപ്ന സുരേഷ് ആരോപണമല്ല, അവർ പറയുന്നത് സത്യമാണ്, ആരോപണമല്ല. കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീരാമകൃഷ്ണന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അങ്ങനെയുള്ള ആ കാര്യങ്ങൾ. പിന്നെ വെല്ലുവിളി, ശുംഭൻ എന്ന് വിളിച്ചതിൽ അകത്ത് കിടന്ന ആളാണ് നമ്മുടെ MP ജയരാജൻ. അദ്ദേഹം ഒരു നിഷ്കളങ്കരാണ്. ആ ശുംഭൻ വിളിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തുടങ്ങാൻ വന്നത്. പിന്നെ അതേപോലെ ഏറ്റവും വളരെ സംസ്കാര സമ്പന്നനായ ഒരാളെ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ നിർത്താം. കാരണം പട്ടിക ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാണ്ഡമായി ഇങ്ങനെ നീണ്ടുപോകും. കാരണം രാമായണം പോലെ കാണ്ഡമായി നീണ്ടുപോകും. അതുകൊണ്ട് MM മണിയുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് കൊലപ്പെടുത്തിയ ആൾക്കാരെ ഞങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞ ഒരാളാണ് MM മണി.
ഇനിയും ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ചെയ്യാനെന്ന് കഴിഞ്ഞ ആഴ്ച ആഹ്വാനം ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ശുംഭൻ വിളിയെ കുറിച്ച് സോമേഷ് വഴിയെ പറഞ്ഞല്ലോ, ഈ ശുംഭൻ വിളിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ തിരുവനന്തപുരത്ത് പാർട്ടി സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് റോഡ് അടച്ച വിഷയം നിരന്തരം ഹൈക്കോടതി പാർട്ടിയെയും ഭരണകൂടത്തെയും പിടിച്ച് കോടതിയിൽ കൊണ്ട് നിർത്തി കടിച്ചു കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തലക്കിട്ട് അവരുടെ ചുറ്റിക, കോടതിയിലെ ചുറ്റിക ഉണ്ടല്ലോ, ചുറ്റിക കൊണ്ട് തലക്കിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പോവും, അടുത്ത ദിവസം വരാൻ പറയും, രേഖകളെല്ലാം കൊണ്ടുവരും. അന്ന് വരുമ്പോഴും എവിടെ ഇനി വാ തല കാണിച്ചാ കൊടുക്കും, തല രണ്ടും. അതിലൊരു കാര്യം എന്ന് പറഞ്ഞാലേ, ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അതിൽ എന്ത് ചെയ്യാനാണ്? ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി, പോലീസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. തൊട്ടു പുറകിൽ പോലീസിനെക്കാളും അധികാരമുള്ളതാണല്ലോ കോടതി. ഈ കോടതി പിന്നെ ഈ 36 കോടതികൾ അതിനകത്തുണ്ട്. അപ്പൊ ഇത്രയും ജഡ്ജിമാര് ഇവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പോലീസിനെ കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് നിർദ്ദേശം കൊടുക്കാം. അത് അവിടെ ഈ സ്റ്റേജ് കിട്ടുന്നത് നിങ്ങൾ തടയണമെന്ന് പറഞ്ഞിട്ട് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നെങ്കിൽ പോലീസിന് ഇവിടെ ചെന്ന് നിന്നാരാണ് ആ പാവപ്പെട്ട SHO. അതെ അതെ, അദ്ദേഹം എന്ത് ചെയ്തു? എന്താണ് എന്ത് ചെയ്യാൻ പറ്റും? അധികാരം ഇരിക്കുമ്പോൾ ഈ ഒരു റോഡ് SHO ഒരു കാര്യം പറഞ്ഞു കേട്ടാ, ഞാൻ അവിടെ ചെന്ന് സ്റ്റേജ് പൊളിക്കണം അല്ലെങ്കിൽ സ്റ്റേജ് കെട്ടണമെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. കാരണം അതൊരു ക്രമസമാധാന പ്രശ്നം. പറഞ്ഞു അയാൾ കോടതിയിൽ അത് പറഞ്ഞു കേട്ടോ, അതൊരു ക്രമസമാധാന പ്രശ്നമാകും. കാരണം ഞാൻ അവിടെ ചെന്ന് സ്റ്റേജ് പൊളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും. ക്രമസമാധാന പ്രശ്നം അതിൻ്റെ അർത്ഥം എടുത്തിട്ട് അടിക്കും, പോലീസിനെ എടുത്തിട്ട് സഹാക്കളെല്ലാം കൂടെ അടിക്കും. പിന്നെ പോലീസിനെ നോക്കിക്കൊണ്ടിരിക്കാൻ പോലെ പോലീസിന് പിന്നെ കൂടുതൽ പോലീസിനെ വിളിച്ച് അവിടെ ഇന്നത്തെ കാലത്ത് അത് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ DGPയുടെ ഒക്കെ കാര്യങ്ങൾ അറിയാലോ. അതെ. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ പോലീസിന് ചിലപ്പോൾ ആ പാവപ്പെട്ട പോലീസുകാരൊക്കെ സഹാക്കൾ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴാണ് കോടതി പറഞ്ഞത്, എന്നാ പറയാ നിങ്ങളുടെ DGP ഇതറിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ DGPയാണ് നേരത്തെ വിളിച്ചു വരുത്തേണ്ടത്. കോടതി DGPയെ ചോദിച്ചു, DGPയുടെ മറുപടി വേണമെന്ന് പറഞ്ഞു. DGPയുടെ മറുപടി വേണം. DGP ഇത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ ഇത്രയും കോടതി അലക്ഷ്യം നടന്നിട്ട്, കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് അലക്ഷ്യം നടന്നിട്ട് DGP എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. ആരാണ് ഇതിന് അധികാരം? കേരളത്തിലെ DGPക്ക് കഴിവില്ല എന്ന് നമ്മൾ ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞതിന്റെ പേരിലാണ് നമ്മുടെ ഇവിടെ റെയ്ഡ് നടത്തിയത്. അതിലെ ഒരു കാരണം പറഞ്ഞിരിക്കുന്നത്, FIR പറഞ്ഞിരിക്കുന്ന ഒരു കാരണം അതാണ്. കേരളത്തിലെ DGPയും ചീഫ് സെക്രട്ടറിയും കഴിവില്ലാത്തവരാണെന്ന് പറഞ്ഞു എന്നുള്ളത്. അതൊന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പെടുന്നതല്ല. കഴിവില്ലായ്മ കാണിച്ചാൽ പിന്നെ അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ലോക്നാഥ് ബെഹ്റ പോലും പിന്നെ പോലീസ് മേധാവി ആയിരുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനൊരു പോലീസ് മേധാവി ഉണ്ട് എന്നെങ്കിൽ നമുക്ക് ഒരു തോന്നലുണ്ടാകുമായിരുന്നു പൊതുജനത്തിന്. കാരണം പല ആർട്സ് ക്ലബ്ബുകളിലെ ഉദ്ഘാടനത്തിനും അതിനും ഇതിനുമൊക്കെ ചപ്പൻ ചവറിനൊക്കെ ചെന്ന് നിന്നിട്ട് ഭദ്രദീപം കൊടുത്ത് നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇദ്ദേഹം ഒരു സംസ്ഥാന പോലീസ് മേധാവിയായി വന്നതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തിന് മാത്രമല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഈ പാർട്ടി സമ്മേളനത്തിൽ കൊല്ലത്ത് നടന്ന പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി സഖാക്കൾ ഒരു മോൻസൺ ജോസഫ് എന്ന് പറയുന്ന ഭൂലോക തരികിടയുടെ മാവുങ്കലിന്റെ ഭൂലോക തരികിടയുടെ പിന്നെ എന്താ പറയാ തിണ്ണ നിരങ്ങിയവനാണ് ഒരു DGP എന്ന് പാർട്ടി സഖാക്കൾ പറഞ്ഞില്ല. പിന്നെ അവർക്കെതിരെ നടപടി എടുക്കണ്ടേ? അല്ല, അതല്ലേ പറഞ്ഞു. പാർട്ടി സഖാക്കൾ നിരങ്ങിയവൻ ഒരു DGP, അയാളെ വിളിച്ച് വീണ്ടും ഒരു ഉയർന്ന സ്ഥാനം കൊടുത്തിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ കുറെ പോലീസുകാരുണ്ടല്ലോ ഇതില്. അപ്പൊ അതിലൊന്നും നമുക്കൊരു പ്രശ്നമില്ല. ജനങ്ങൾക്കറിയാം, കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം എന്താണെന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കണ്ട. എങ്കിൽ പോലും ഈ ഇപ്പൊ തന്നെ ഈ കഴിവില്ലാത്ത ആളെന്ന് ഞാൻ പറയില്ല. അദ്ദേഹം വളരെ മിടുക്കനായ, വളരെ സമർത്ഥനായ, കേരളം കണ്ട തന്നെ ഏറ്റവും സമർത്ഥനായ ഒരു പോലീസ് മേധാവിയാണ് ഷെയ്ഖ് ദർവേസ് സാഹിബ്. കാരണം അദ്ദേഹം വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇപ്പോ ക്രൈമുകൾ കൂടി വരികയാണ്. ഇപ്പോ വയനാട്ടിലെ ഒരു ആദിവാസി യുവാവിനെ കാറിൽ, അതാണ് ഇപ്പോൾ TV കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ആദിവാസി യുവാവിനെ കാറിനോട് ചേർത്ത് 1/2 കിലോമീറ്ററോളം വലിച്ചഴിച്ചുകൊണ്ട് അയാളുടെ ഉപ്പൂറ്റിക്ക ഉരഞ്ഞു സർവ്വശാല ശരീരം ഉരഞ്ഞു തള്ളിയിട്ടുണ്ട്. നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ല. പിന്നെ ഇവിടെ കത്തിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പാണ് കൊല്ലത്ത് ഭാര്യ സഞ്ചരിച്ചിരുന്ന കാറിൽ കൊണ്ടുവന്ന് ഭർത്താവ്. അതൊക്കെ അതിനെക്കുറിച്ചൊന്നും അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് വരുന്നില്ലെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ കൂടി വരികയാണ്. കാരണം പോലീസിന് പിണറായി വിജയൻ സാറിന്റെ പുറകിൽ പോകണം, അതിന് വേണം 450 എണ്ണം. ബാക്കിയുള്ള മന്ത്രി സാറന്മാരെ പിറകെ പോകാനും വേണം. ബാക്കി 19-20 പേര് വേറെയുണ്ട്, അതിന്റെ പിറകെ പോകാൻ വേണം. ഗവർണർ, മറിച്ചവർ, ഇതൊക്കെ വേണം. സാധാരണ നമ്മൾ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന നമുക്ക് ഒരു വിലയില്ല, പട്ടിയുടെ വില. ഇവിടെ ഇന്നലെ ഞാൻ രാത്രി ഈ നമ്മുടെ ശാസ്തമംഗലത്ത് ഇതിന്റെ നമ്മുടെ ആർടെക്കിന്റെ ഫ്ളാറ്റിന്റെ ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ കാലാകാലങ്ങളായി വണ്ടി പാർക്ക് ചെയ്യുന്നതാണ്. റോഡ് സൈഡിലേ പാർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് പോകാനായിട്ടുണ്ട്, കടയിൽ പോകാൻ പറ്റും, പാല് വാങ്ങിക്കാൻ പോകാൻ പറ്റും. ഞാൻ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ പാർക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്ത് വന്നവർക്കും തിരുവനന്തപുരം നിവാസികൾക്കും അറിയാം.
അവിടെ മുതൽ ഇങ്ങോട്ട്, അതായത് വെള്ളയമ്പലം ആ ഭാഗത്തൊക്കെ രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ്. കാരണം ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് ബാങ്കുകളൊക്കെ ഉള്ളതാണ്. അത് മാത്രമല്ല അവിടെയൊക്കെ പല ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന ആൾക്കാർ പിന്നെ വണ്ടി പോക്കറ്റിട്ടുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, പോകുന്ന വഴി ചെറുതാക്കിയിട്ട് മറ്റേ ഇതിലായിരുന്നെങ്കിൽ ഓം ഫ്രീ കുട്ടിച്ചാത്താന്ന് പറഞ്ഞ് മായാവിയെ പോലെ എടുത്തിട്ട് പോക്കറ്റിട്ടുകൊണ്ട് പോകാറുണ്ട്. തിരിച്ചു വരുമ്പോഴത്തേക്കും മറ്റേ മന്ത്രം ജപിക്കുമ്പോഴത്തേക്കും വലുതാവും, അങ്ങനെ പോയാൽ. പക്ഷെ ഇത് ഞാൻ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് നോക്കിയപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് വന്നിട്ട്. അത് ഒരു ദിവസം അല്ല ചേട്ടാ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ റെക്കോർഡ് ചെയ്തു, ഈ സാധനം റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇത് ഒരു ദിവസമല്ല, ഒരു ദിവസം പല തവണ വരും. ജീപ്പ് ഓടിക്കും, CSI ആണെന്ന് തോന്നുന്നു, സൈഡിലിരുന്നിട്ട് വീഡിയോയിൽ പകർത്തും. എന്നിട്ട് കറങ്ങി മറ്റേ ശാസ്തമംഗലം വഴി കറങ്ങി താഴെ ജഗതിയിലേക്ക് പോകും. അവിടെ കുറെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കറങ്ങി അടിച്ച് തിരിച്ചു വന്നിട്ട് ഈ മറു സൈഡ് എടുത്ത് പോകും. അപ്പൊ ഒരു ദിവസം പല തവണ ഇത് ആവർത്തിക്കുകയാണ്. അപ്പോൾ വാഹനങ്ങൾ മാറി മാറി വരും. വാഹനങ്ങൾ മാറി മാറി വരുമ്പോൾ ഇത് പെറ്റി ചെല്ലും. എനിക്കിപ്പോ എന്തായാലും പെറ്റി വരാൻ സാധ്യതയുണ്ട് ഇന്നലത്തെ. കാരണം അവിടെ കൊണ്ട് ഞാൻ ഒതുക്കിയാണ് വിട്ടത്. ആ വാഹനം എന്ന് വെച്ചാൽ എല്ലാം ഒരുപാട് വണ്ടികളിട്ടേക്കല്ലേ. ഇനി അത് വരട്ടെ, വരുമ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കാം. ഇത് ഒരു ദിവസത്തെ കാര്യങ്ങളല്ല. ഇപ്പൊ നിങ്ങൾ ഇതിൽ കേൾക്കുന്ന നിങ്ങൾക്ക് പലർക്കും ഇത് അനുഭവം ഉണ്ടായിക്കാണും, വീട്ടിൽ വന്ന് കാണും, അല്ലെങ്കിൽ ഇനി കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആകും, ഇത് എവിടെ എന്ന് നമ്മൾ കൊണ്ടിട്ടത് എവിടെയാണ്, നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും. ഒന്ന് അതോടൊപ്പം തന്നെയാണ് ഇപ്പൊ ഞാൻ ഇവിടെ വഞ്ചൂര് പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ശാസ്തമംഗലം വെള്ളയമ്പലം ജംഗ്ഷനിൽ പോലീസ് നിന്നിട്ട് സിഗ്നലുണ്ട്. ആ സിഗ്നൽ ഉണ്ടായിട്ടും റെഡ് സിഗ്നൽ കിടക്കുമ്പോൾ പോലീസുകാരൻ അവിടെ നിന്നിട്ട് വണ്ടികളെ പറഞ്ഞു വിടുകയാണ്. റെഡ് സിഗ്നൽ ഇപ്പൊ ഞാൻ കണ്ടുണ്ട്, റെഡ് സിഗ്നൽ. അപ്പം നമുക്ക് അവിടെ ഇടാൻ പറ്റില്ലല്ലോ. ഫ്രണ്ടിൽ പോകുന്ന വണ്ടികൾ, ബാക്കിലെ വണ്ടികൾ ഹോൺ അടിക്കുന്നു. ഈ മണ്ടന്മാരെ ശ്രദ്ധിക്കുന്നില്ല. കാരണം പോലീസുകാരൻ പോകാൻ പറയുമ്പോൾ പോവാണ്. ക്യാമറയ്ക്ക് അറിയാമോ, ക്യാമറയിൽ എന്താണ് നമ്മൾ നടത്തുന്ന നിയമലംഘനമാണ്. പോലീസുകാരെ കൈ കാണിച്ചത് വരൂല. അല്ല, ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. വെള്ളയമലം വഴി വരുന്ന ആരെങ്കിലും കൊള്ളയാണിത്. അല്ല ശരി, ഇനി അവര് വെറുതെ അല്ല, അത് എന്തിനാണ് സിഗ്നൽ ഉള്ളപ്പോൾ എന്തിനാണ് അവിടെ ഒരു പോലീസുകാരൻ നിന്നിട്ട് പറഞ്ഞു വിടുന്നത്? ഇത് ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സിഗ്നൽ സമയത്ത് കാറ് പോകുമ്പോൾ ക്യാമറ എന്തായാലും പിടിക്കും. ക്യാമറയ്ക്ക് അറിയാം, ക്യാമറ നേരെ. നമുക്കിപ്പോ ഒരു നമ്മൾ നിയമലംഘനം നടത്തിയെന്ന് പറഞ്ഞൊരു എത്ര വണ്ടികളെന്നറിയും പറയുന്നത്, 4 ഭാഗത്തുനിന്ന് 4 റോഡുകൾ വരുന്ന സ്ഥലമാണത്. എത്ര വണ്ടികൾ വരും? ഇത്രയും വണ്ടികൾക്ക് പെറ്റി കിട്ടുകയാണ്. ഈ പെറ്റിക്ക് വേണ്ടിയിട്ടല്ലേ ഇവർ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾ മര്യാദയ്ക്ക് റെഡ് സിഗ്നൽ ഗ്രീൻ സിഗ്നൽ വീഴുമ്പോഴത്തേക്ക് അവരങ്ങ് വെക്കുള്ളൂ. ആളുടെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഗവൺമെന്റ് ഒരുതരം കൊള്ള സംഘമാണ്. ഇതൊക്കെ നമ്മൾ പറയാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്, നമുക്ക് അനുഭവം ഉള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴാണ് വേറെ ഏതെങ്കിലും കേസിൽ നമ്മളെ ഇതേപോലെ റെയ്ഡ് നടത്തി. ഈ പെറ്റിയടിക്കുന്നത് ഒരു നിയമലംഘനം നടത്തി എന്ന് പറഞ്ഞാണല്ലോ പെറ്റിയടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോലീസിന്റെ മുമ്പല്ലേ ഈ സ്റ്റേജ് കിട്ടിയത് റോഡിൽ, അതൊരു നിയമലംഘനമല്ലേ? അതിന് പെറ്റിയെങ്കിലും അടിക്കാമോ? അത് പോട്ടെ, പെറ്റിയെങ്കിലും പെറ്റിയല്ല അടിക്കാനുള്ളത്. അവിടെ കയറി ഇരുന്ന് അതിൽ കയറുന്ന ഗീർവാണം വിട്ട, അതായത് മറ്റേ ആ സ്റ്റേജിൽ കയറുന്ന ഗീർവാണം വിട്ടവന്മാരെ പിടിച്ച് കൊണ്ടുവന്ന് അകത്തിടണം. 14 ദിവസം ഇവരെയൊക്കെ പിടിച്ച് റൈൻഡ്. അവൻ ഏതൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്നാലും പിടിച്ചിട്ട് ഇവരെ കൊണ്ടുവന്ന് ഇടണം. പൊതുജനങ്ങള് പട്ടിയുടെ വിലയാണോ പൊതുജനങ്ങൾക്കുള്ളത്? ഇവിടെ അധ്വാനിച്ച് ജീവിക്കുന്ന, ഇവിടെ മീൻ വിറ്റും ഓട്ടോറിക്ഷ ഓടിച്ചും പിന്നെ കൂലിപ്പണിയെടുത്തും തൂമ്പാ പണിയെടുത്തും മീൻ വിറ്റും ഒക്കെ ജീവിക്കുന്ന സാധാരണക്കാരന് പട്ടിയുടെ വിലയാണോ? പട്ടിയുടെ വിലയാണോ ഇവനൊക്കെ തരുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത്, ഹൈക്കോടതി അത് ചോദിച്ചു. നിങ്ങൾ ഇതിനകത്ത് സ്റ്റേജിൽ വന്നവരെ നിങ്ങൾക്ക് അറിയില്ലേ, സ്റ്റേജിൽ പ്രസംഗിച്ചവരറിയില്ലേ, ഉദ്ഘാടനം ചെയ്തവരറിയില്ലേ, അവർ വന്ന വാഹനം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, ആ വാഹനം പിടിച്ചെടുത്താൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അത് മാത്രമല്ല, ഇപ്പൊ CPM മാത്രമല്ല പിടിച്ചിരിക്കുന്നത് കേട്ടോ. CPIയുടെ സംഘടന ജോയിന്റ് കൗൺസിൽ തിരുവനന്തപുരത്ത് മറ്റേ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത് നടപ്പാത അടച്ചു വെച്ചിട്ട് അവരവിടെ നടപ്പാതയിൽ കസേരയിട്ട് വലിയൊരു സമരം നടത്തി. ഒരു ദിവസം 2 ദിവസം കണ്ടു, ഒരു ദിവസം ഫുള്ളും കണ്ട വലിയൊരു സമരം നടത്തി ജോയിന്റ് കൗൺസില്. കോടതി ഇപ്പൊ അത് കോടതിയല്ല. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ കോടതി ഇത്രയും പറഞ്ഞു, ഇങ്ങനെ വെറുതെ പറഞ്ഞു സാധാരണക്കാരന്റെ കേസ് പരിഗണിക്കേണ്ട സമയത്ത് ഇതേപോലുള്ള വിഡ്ഢികളുടെ കാര്യം പരാമർശിച്ച് സമയം കളയുന്നതിനേക്കാൾ ആരൊക്കെയാണ് സ്റ്റേജിൽ ഉണ്ടായിരുന്നത്? അത് ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കുമല്ലോ സ്റ്റേജിൽ പ്രസംഗിച്ച അവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഇവനൊക്കെ പോയി അകത്ത് കിടക്കണം. പിന്നെ ഒരുത്തനും ചെയ്യില്ല. ഇനി ഈ സ്ഥലത്ത് BJPക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ മുസ്ലിം ലീഗുകാരോ വേറെ ആരെങ്കിലും ആണ് ഇത് കെട്ടിയിരുന്നെങ്കിൽ ഇവർ അനുവദിക്കുമായിരുന്നു. ശരി, ആര് കെട്ടിയാലും തെറ്റാണ്. അതുപോലെയാണ് ഫ്ലക്സ് ബോർഡുകളുടെ കാര്യം. കോടതി എത്രയോ തവണ കോടതി പറഞ്ഞു ഈ ഫ്ലെക്സ് ബോർഡുകൾ, ആ ഫ്ലെക്സ് ബോർഡുകളെല്ലാം മാറ്റുന്നുണ്ട്, ഇപ്പോഴും മാറ്റുന്നുണ്ട്. പക്ഷേ AKG സെന്ററിന്റെ അവിടെ ഇരിക്കുന്ന വിജയ സാറിന്റെ ഒരു പടമുള്ള ഒരു ഇത് മാറ്റും. അല്ല, അത് ഈ പാർട്ടി സഭകൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ബോർഡ് മാറ്റി കഴിഞ്ഞാൽ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ പലയിടത്തെയും ഒരു 60% ബോർഡുകൾ മാറി കിട്ടും. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ബോർഡ് അതാണ് തീർമാനം കൊണ്ടുവയ്ക്കുന്നത്. പിന്നെ എന്താണ്, പിന്നെ നമ്മുടെ നഗരസഭ ഇവിടുത്തെ മേയർ തന്നെ എവിടുന്നോ ഒരു അവാർഡ് കിട്ടിയത്, അതായത് ഏറ്റവും മികച്ച
നഗരസഭയ്ക്കുള്ള അവാർഡ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവമേ, ഏറ്റവും മികച്ച നഗരസഭയ്ക്കുള്ള അവാർഡ് തിരുവനന്തപുരത്താണെങ്കിൽ മറ്റ് നഗരസഭകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം, ഇത് ആര് കിട്ടി, എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അപ്യം പിടിച്ചോണ്ടിരിക്കുന്ന ഒരു പടം പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. അതായത് നഗരസഭയാണ്, ഒന്നാലോചിക്കൂ, നഗരസഭയാണ്. കോടതിക്ക് പുല്ലുവില. ഞാൻ പറയുന്നത് കോടതിയുടെ ഇത് ചിലപ്പോൾ ഒരു പ്രഹസനമായിരിക്കാം, ചിലപ്പോൾ ആ ജഡ്ജിയുടെ ഒരു അമർഷം അദ്ദേഹം പ്രകടിപ്പിച്ചതായിരിക്കും. നടപടി എടുക്കാൻ സാധ്യതയില്ല സുമേഷ്. എനിക്ക് തോന്നുന്നത് ഈ കോടതിയുടെ ചില അമർഷങ്ങൾ കാണിച്ച് ഈ 2-3 ദിവസമായിട്ട് അത് ഇതിലെ പത്രങ്ങളിൽ വാർത്ത വന്നു, അതോടെ തീരും. അല്ല, ഇത് ചെയ്യേണ്ടത് കോടതിക്ക് വേണമെങ്കിൽ പറയാമല്ലോ. കാരണം SHO പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. കോടതിക്ക് പറയാം, തൊട്ട് പുറകിലിരിക്കുന്ന ജഡ്ജിമാരാണല്ലോ കോടതിയിലുണ്ടായിരുന്നത്. ഒരു കാര്യം ചെയ്യും, ആ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വേദിയിൽ ഇരുന്നവരെല്ലാം ഈ പാർട്ടിയുമായി ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവരറിയാതെ ഇത് ചെയ്യില്ല. അല്ലെങ്കിൽ തന്നെ അവർ പൊതുപ്രവർത്തകരാണെങ്കിൽ അത് ഈ ഇത്തരം കാര്യങ്ങളെ, അതായത് കോടതിയുടെ മുൻകാല ഉത്തരവുകളെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായിരിക്കണം. അത് മാത്രമല്ല, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊന്നും അവർ ചെയ്യാൻ പാടില്ല എന്നൊരു പരാമർശത്തോടു കൂടി ആരൊക്കെയാണ് സ്റ്റേജിൽ കീർപ്പണം അടിച്ചത് എല്ലാവരെയും പിടിച്ച് 14 ദിവസം റിമാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അയക്കണം. അതോടൊപ്പം തന്നെ ആ തൊട്ട് പുറകെ ഒരു കോടതികൾ കുറെ ഉണ്ടായിരുന്നല്ലോ, ആ കോടതി ജഡ്ജിമാരോടെ പോയിരുന്നു ഹൈക്കോടതി ചോദിക്കണം. അത് പരാമർശം നടത്തി അല്ല, അത് പറഞ്ഞിട്ടില്ല. അപ്പൊ കോടതി അക്കാര്യം മാത്രം എന്താണ് മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് കോടതി മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനോട് നമ്മൾ യോജിപ്പാണ്. കാരണം ഇപ്പൊ ചോദിച്ചിരിക്കുന്ന പോലീസിനെ വരട്ടി, നേതാക്കന്മാരാരാണ് ചോദിച്ചു, അങ്ങനെ ഒരുപാട് ഇന്നും വരട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കോടതി, തൊട്ടപ്പുറത്തിരിക്കുന്ന കോടതി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ട് മിണ്ടാതിരുന്നിട്ട് ആ കോടതിയുടെ ജഡ്ജിമാരെ എന്തുകൊണ്ട് ഇത് പ്രതികരിച്ചില്ല, എന്തുകൊണ്ട് ഹൈക്കോടതി ചോദിച്ചു? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് സാധാരണക്കാരന് പുല്ലുവില. സത്യം പറഞ്ഞാല് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ നിരാശ വെറുതെ കാര്യങ്ങൾ പറയുക, നമ്മൾ നിരാശ തോന്നുകയാണ്. ഇതേപോലെ ഒരു സംവിധാനം ഉണ്ടാക്കി നമ്മളത് ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് ആ കലാപാഹ്വാനം നടത്തി, പിണറായി വിജയൻ സാറിനെ വിമർശിച്ചു, മറ്റേ കഴിവില്ലാത്തവരെന്ന് പറഞ്ഞു. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യമേ ഇല്ല. എന്തും ചെയ്ത് വായടപ്പിക്കാനുള്ള ശ്രമം. നമുക്കിവിടെ എന്തോന്നു, ഈ ജനങ്ങൾ ഇവിടെ 3.5 കോടിയിൽ കൂടുതൽ 2011 സെൻസസ് അനുസരിച്ച് 3.5 കോടി ജനങ്ങളെ കൂടുതലുണ്ട്. അതിനുശേഷം വീണ്ടും ജനസംഖ്യ കൂടിയിട്ടേ ഉള്ളൂ. ഇതിൽ ഒരു ജനങ്ങൾ മാറ്റി ചിന്തിക്കാതെ ഇപ്പോൾ 2, 3, 10 പേര് കിടന്ന് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഈ ഹൈക്കോടതി ഇപ്പൊ ഈ കേസ് എടുത്തിട്ട് ഓരോ ദിവസവും വലിയ ആവേശം പലതും മാധ്യമങ്ങൾക്ക് ആഘോഷമാക്കാൻ പറ്റുന്ന തലക്കെട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹൈക്കോടതി ഈ കോടതി അലക്ഷ്യം നടത്തിയിട്ട് എന്ത് നടപടിയെടുക്കും നമുക്ക് കാത്തിരിക്കാം. അല്ല, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാതെ ഏട്ടെന്നറിയാം, ഏതൊരു ഇവിടെ തിരുവനന്തപുരം സിറ്റിയിലെ കാര്യങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ എവിടെയെല്ലാം പ്രതിമ ഉണ്ടെന്ന് നോക്കിക്കൊള്ളാം. വെള്ളയമ്പലത്ത് അയ്യങ്കാളിയുടെ, അത് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ വയലാറിന്റെ, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വല സൈഡിൽ കരുണാകരന്റെ, കുറച്ചുകൂടെ ഇപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിന്റെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തും ഉണ്ട്, കവടിയാറുണ്ട്, കവടിയാർ വിവേകാനന്ദന്റെ, അച്യുതാനന്ദന്റെ അവിടെ വന്നിട്ടുണ്ട്, അച്യുതാനന്ദൻ. പിന്നെ ഇവിടെ സെക്രട്ടറിയേറ്റിന്റെ മുമ്പിൽ വെള്ളയമ്പലത്തുണ്ട്, വെള്ളയമ്പലത്ത് പ്രധാന അയ്യങ്കാളിയുടെ, അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ, പിന്നെ ആനിമ സ്ക്രീൻ്റെത്, അങ്ങനെ പലരുടേതും ഉണ്ട്. ഇപ്പൊ 3 കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഉണ്ട്. അതായത് കോടിയേരി ബാലകൃഷ്ണനും വേറെ 2 പേരും, ഏതായാലും ഞാൻ ഓർമ്മിക്കുന്നില്ല, തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, ഇനി വെക്കാൻ പോകണം. ഞാൻ ആലോചിക്കുന്നത് എന്തിനെന്നറിയാമോ, ഇവരൊക്കെ ഈ എല്ലാവരെയും കാര്യം എടുക്കും. ശ്രീനാരായണ ഗുരുവിന്റെ കാര്യം വിടും, അദ്ദേഹം പിന്നെ അയ്യങ്കാളിയുടെ കാര്യം വിടും. കാരണം അവരൊക്കെ നവോത്ഥാനം, അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരു ഒക്കെ ചെയ്തതാണ്. മറ്റവരെല്ലാം രാഷ്ട്രീയക്കാരാണ്. ഈ രാഷ്ട്രീയക്കാർ അല്ലെ വായനക്കാർ പാട്ടെഴുതി, ശരി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ് ഇതിൽ നടന്നത്? കാക്കയ്ക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കണോ? ആയിക്കോട്ടെ, അല്ല ചേട്ടാ, ഞാൻ ചോദിച്ചോട്ടെ, ഇനി 3 കോടിയേരി ഉൾപ്പെടെ വേറെ 3 പേരുടെ പ്രതിമ വേറെ വരുന്നുണ്ട്. ഇനിയും രാഷ്ട്രീയ നേതാക്കളുണ്ടാവും, ഇവരൊക്കെ മരണപ്പെടുകയും ചെയ്യും. അപ്പോഴൊക്കെ ഇവരുടെയൊക്കെ പ്രതിമ വയ്ക്കാൻ പോയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. മുഴുവനും ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു ശമനം ഉണ്ടാവും സംഭവിച്ചു. ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരെ, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത ആൾക്കാരെ, അല്ലെങ്കിൽ എന്താണ് APJ അബ്ദുൽ കലാം, ഓക്കെ, ഇത് അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ഒരു ഇതുണ്ട്. APJ അബ്ദുൽ കലാം ആർക്കും എതിർപ്പില്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്തൊരു വ്യക്തിയാണ്. അത് ഓക്കെ, ശരി, നമുക്കത് ചെയ്യാം. രവീന്ദ്രനാഥ് ടാഗോർ ആരാണ്? അത് ചെയ്യാം. അല്ലാതെ ഇതിപ്പോ ഇത് മറ്റേ മനസ്സിൽ പറയണ വേറെ എന്തായാലും എന്തിനാണ് അത് കേൾപ്പിക്കുന്നത്? അല്ല, എന്തായാലും അതെ, നമ്മള് സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചതുപോലെയൊക്കെ ചിലതൊക്കെ സംഭവിക്കാതിരിക്കാൻ അതിന് വേണ്ടിയിട്ട് എപ്പോഴും കാരണം അതൊക്കെ വേണ്ടി വരും. കാരണം ഒരുപാട് എന്തും അധികമാവുമ്പോൾ
ഇടയ്ക്കിടയ്ക്ക് 100 വർഷത്തിലൊരിക്കൽ വെള്ളപ്പൊക്കം വരുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ചില പിന്നെ കലാമറ്റുകൾ മനുഷ്യരെ സമൂഹത്തിനിടയിൽ ഉണ്ടാകും. അത് ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ സംഭവിച്ചു പോലെ സംഭവിച്ചു പോകും. എന്തായാലും ഇനി ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഇനി വരുന്നിടത്ത് കാണാം. കാരണം കോടതിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ. നമ്മളെപ്പോലുള്ളവർക്ക് ശിക്ഷിക്കണം, നമ്മളെപ്പോലുള്ളവർ അവരെ തീറ്റിപ്പോറ്റണം, മന്ത്രിമാരെയൊക്കെ. ഇത് ആലോചിക്കുമ്പോൾ ചിരി വരും. ജനാധിപത്യ വ്യവസ്ഥിതി എന്ന് പറയുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് എത്ര സമർത്ഥമായാണ് ഈ ഭരിക്കുന്നവർ അതിനെ ദുരുപയോഗം ചെയ്യുന്നത്. മഹത്തായ ഒരു കൺസെപ്റ്റാണ് ഈ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ജനാധിപത്യ വ്യവസ്ഥയെ എത്രമാത്രം അവർ വികലമാക്കി ഈ ഭരിക്കുന്നവർക്ക് അനുകൂലമാക്കി വളച്ചൊടിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം വളരെ സമർത്ഥമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്ന പ്രതീക്ഷയൊന്നുമില്ല. ഇനിയിപ്പോ വരട്ടെ, എന്താണ് കാലം മാറും. നമ്മുടെ കാലത്ത് അല്ലെങ്കിൽ അടുത്തൊരു കാലത്ത് ഒരു വലിയൊരു സംഭവം നടക്കും. അത് വലിയൊരു മാറ്റമായിരിക്കും. മാറാതിരിക്കാൻ പറ്റില്ല ലോകത്ത്, അല്ലെങ്കിൽ ലോകം മൊത്തം നാശമാവും. ശരി, എന്തായാലും വീണ്ടും കാണാം.